Hey guys, welcome back to my channel. ഇന്ന് നമ്മൾ 1 to 2 year old കിഡ്സിൻ്റെ ഒരു സിമ്പിൾ ബേബി ഫ്രോക്ക് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ബോയ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഈ ഒരു ബേബി ഫ്രോക്കിൽ യോക്ക് പോർഷനിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറിങ് കൊടുക്കാഞ്ഞത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇനി സ്കേർട്ട് പോർഷൻ വരുമ്പോൾ ഞാൻ സർക്കുലർ രീതിയിൽ കട്ട് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഇച്ചിരി ഗ്യാദേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ ഓർക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മീറ്റർ ഫാബ്രിക്കാണ് മൊത്തത്തിൽ തയ്ക്കാൻ എടുത്തേക്കുന്നത് കേട്ടോ. അത് ഇതേപോലെ നമ്മൾ 4ആയിട്ട് മടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുണിയിലാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ ഫോൾഡിങ് ഭാഗം വരുന്നത്, റൈറ്റ് സൈഡിൽ ഓപ്പണിംഗ് ഭാഗമാണ് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ ഷോൾഡർ തൊട്ട് ചെസ്റ്റ് ലൈൻ വരെയുള്ള ഒരു ലെങ്ത്, അതായത് നമ്മുടെ യോക്ക് ലെങ്ത് അത് നോക്കുക. അപ്പോൾ ഒരു 5.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 1 to 2 year കിഡ്സിന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രോക്കിൻ്റെ ലെങ്ത് 16 അതിൽ നിന്ന് ഈ ഒരു 5.5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 10.5 കിട്ടുന്നത്. പിന്നെ അതിനോടൊപ്പം ഞാനൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 12 ഇഞ്ചാണ് ഞാൻ താഴേന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റും നമ്മുടെ ഫോൾഡ് ചെയ്ത ആ ഭാഗം വരെയുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 8.75 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 8.75 ഇഞ്ച് നമ്മൾ ടേപ്പ് ഇതേപോലെ കോർണറിൽ ഫിക്സ് ആക്കിക്കൊണ്ട് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സ്കേർട്ടിൻ്റെ ഹെം പോർഷൻ കറക്റ്റായിട്ട് കിട്ടണം. അതിനായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് അവിടുന്ന് താഴെ വരെയുള്ള ടോട്ടൽ ലെങ്ത് എടുത്തു. അത് നമുക്ക് 20.5 ഇഞ്ചാണ്. ആ 20.5 ഇഞ്ച് ഇതേപോലെ ടേപ്പ് ഫിക്സ് ആക്കിക്കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സർക്കുലർ സ്കേർട്ടിൻ്റെയൊക്കെ ഹെമ്മിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ രണ്ടും മുകളിലെയും താഴത്തെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് യോക്ക് ലെങ്ത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് കിട്ടുന്നത്. ആ ലെങ്ത് നമ്മൾ തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് താഴേന്ന് മുകളിലോട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല ഗ്യാദേഴ്സ് ഒക്കെ ഇട്ട് നല്ല ഫ്ലെയർഡ് ആയിട്ട് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മുടെ സ്കേർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിലും ഇതേപോലെ നോച്ചസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അരഭാഗം നിങ്ങൾ നോക്കിക്കാണാം. അരയല്ല, നമ്മുടെ ചെസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം അത്യാവശ്യം നല്ല വലുതാണ്. അവിടെയാണ് നമ്മൾ ചുരുക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി ലൈനിങ് ആണ്. ലൈനിങ്ങിനും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു വട്ടം തുണി മടക്കി അതിനുശേഷം ഇതേപോലെ കോണോട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ആ ഓപ്പണിംഗ് വരുന്ന ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്യണം. ഈ ഒരു പോർഷനിൽ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കേർട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് അടിക്കണമല്ലോ. അപ്പോൾ അതടിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ് ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ മാർക്ക് ചെയ്ത ഈ 1/2 ഇഞ്ച് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിരിക്കുന്ന പാറ്റേൺ പേപ്പർ എടുത്ത് വെച്ച് ട്രേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പാറ്റേൺ പേപ്പർ എടുക്കുക, അതിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിങ് കണ്ടോ, ആ പോർഷൻ നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതിനുള്ളിൽ
ഇതേപോലെ ചരിച്ചു വെച്ച് നോക്കുക. എവിടെയാണോ ഇത് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ആ ചെസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ലൈനിങ്ങിൻ്റെ ആ ഭാഗം റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. അത് ഞാൻ ലൈനിങ്ങിന് 10 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൻ്റെയും ഹെമ്മിങ് കറക്റ്റ് ആക്കാൻ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഇടം തൊട്ട് നമ്മുടെ കോർണർ പോർഷൻ വരെയുള്ള ടോട്ടൽ ലെങ്ത് എടുക്കുക. ആ ലെങ്ത് ഫിക്സ് ആക്കിക്കൊണ്ട് ഇതേപോലെ ഹെമ്മിങ് കറക്റ്റ് ആക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിതാ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടോ ഈ രണ്ട് ഭാഗത്തും, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സൈഡ് അടിക്കണം. അത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു 1/2 ഇഞ്ച് നേരത്തെ കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ ബോഡി പോർഷനാണ്. അതിനാദ്യം നമ്മൾ ബാക്ക് ബോഡീസ് ആണ് ആദ്യം ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ ഹുക്കാണ് ഞാൻ പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് ഒന്ന് നീക്കി വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. ട്രേസ് ചെയ്തു. അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പും കൂടെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ബോഡീസും ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ലൈനിങ് വരച്ചിട്ട് പിന്നെ ഞാൻ മെയിൻ തുണി അതിനോടൊപ്പം ചേർത്ത് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ബോഡീസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്ക് നമ്മുടെ പാറ്റേൺ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മുടെ ലൈനിങ്ങിലോട്ട് ട്രേസ് ചെയ്യാൻ. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മുടെ മെയിൻ തുണിയും ഞാൻ ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബാക്കിൽ സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ടെന്ന്. പ്രസ് ബട്ടൺ ആണ് ഞാൻ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ യോക്ക് പോർഷൻ കൂടാണ്ട് തന്നെ സ്കേർട്ടിലോട്ടും ഞാനൊരു 4 ഇഞ്ചോളം ഞാനൊന്ന് ഇറക്കി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ നമ്മുടെ സ്കേർട്ട് മടക്കി അവിടെ ഒരു കട്ട് കൊടുത്തത് കേട്ടോ. ഓൾറെഡി നമ്മൾ 2 സൈഡിലൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മൾ സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ചോ 4 ഇഞ്ചോ എടുത്തോളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ 3 ഇഞ്ചാണ്, ഒരു 4 ഇഞ്ചോ എടുത്താലും കുഴപ്പമില്ല. 3 ഇഞ്ച് നമ്മൾ ഇതേപോലെ ബാക്കിൽ കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ചെസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗമുള്ള അവിടെ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ത്രെഡ് പുള്ളി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചെസ്റ്റ് ലൈൻ എത്രയാണോ ആ ഒരു മെഷർമെൻറ്റിലോട്ട് നമ്മളിത് കൊണ്ടുവരിക. അപ്പോൾ അതിനറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ
നമ്മുടെ ടോപ്പിൻ്റെ ചെസ്റ്റ് ലൈൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് 22.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതായത് നമ്മുടെ കയ്യെഴുത്തുമ്പെല്ലാം ഉൾപ്പെടെയാണ് 22.5 ഇഞ്ച് കിട്ടിയേക്കുന്നത്. ആ അത്രയും ലെങ്ത് തന്നെ നമ്മുടെ സ്കേർട്ട് പോർഷനുമായിട്ട് കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ 22.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഗ്യാദേഴ്സ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ച് ആ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പ്ലീറ്റ് ഇടുന്നതിനെക്കാട്ടിലും കൂടുതലും ഗ്യാദേഴ്സ് ഇടാനായിട്ട് നോക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സാധാ നമ്മുടെ ഫ്രോക്ക് അറ്റാച്ച് ചെയ്യത്തില്ലേ, നമ്മുടെ ബോഡിയുടെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് ആ ഒരു ചെസ്റ്റ് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഫ്രോക്കിന് ബാക്കിൽ ഞാൻ സ്കേർട്ടിലോട്ട് ഒരു 3 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആ സെയിം മെഷർമെൻറ്റ് തന്നെ നമ്മൾ ലൈനിങ്ങിനും സെൻറ്ററിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ 3 ഇഞ്ച് കട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ അതിനോടൊപ്പം 1 ഇഞ്ചും കൂടെ കൂട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം ഞാൻ 4 ഇഞ്ചാണ് നമ്മുടെ മെയിൻ സ്കേർട്ടിനും ലൈനിങ്ങിനും ഞാൻ സെൻറ്ററിൽ കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണല്ലോ നമ്മളെപ്പോഴും തയ്ക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് അതിനുള്ളിലോട്ട് ഈ ലൈനിങ് ഇതേപോലെ കയറ്റുക. എന്നിട്ട് രണ്ടിൻ്റെയും ആ ഒരു ചെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ചെസ്റ്റ് ലൈൻ, അത് ചേർത്ത് വെച്ച് പിൻ ചെയ്ത് തയ്ച്ചെടുക്കുക. അന്നേരം നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാണ്ട് ഉൾഭാഗത്ത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഫ്രോക്കിൽ നമ്മൾ ബാക്കിൽ കട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രസ് ബട്ടൺ പിടിപ്പിക്കാനാണ്. അപ്പം ബാക്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു സ്ട്രാപ്പ് ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ. നമ്മൾ സ്ലിറ്റുകൾ പല രീതിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരു മെത്തേഡിലാണ് ഞാനിവിടെ ബാക്കിൽ ആ ഒരു ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ബോയാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബോ ചെയ്യാനായിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഷേപ്പിലൊന്ന് റഫ് ഹാൻഡായിട്ട് വരച്ചെടുക്കുക. അതിൽ നമ്മൾ തയ്ക്കേണ്ടാത്ത ഭാഗങ്ങൾ, അതായത് ഓപ്പണിംഗ് കൊടുക്കേണ്ട ഭാഗങ്ങളാണ് ഈ 2 പോർഷൻ. ഞാൻ സാറ്റിൻ തുണിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളത് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു പാറ്റേൺ വെച്ച് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ബോർഡർ ലൈൻസ് മാത്രം ഒന്ന് തയ്ച്ചെടുക്കുക. അതിൽ ഓപ്പണിംഗ് വിടേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ പാറ്റേണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ പോർഷനും പിന്നെ ഒന്ന് ഈ ഒരു ചെറിയൊരു സെമി സർക്കിൾ ഷേപ്പിൽ വരുന്ന ഭാഗങ്ങളുമാണ് കേട്ടോ. അപ്പം നമ്മളതിൽ കേർവ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ചെറിയ കട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തിരിച്ചിടാവുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിലെ തുണി അകത്തോട്ടാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും. നമ്മൾ 2 മടക്കിട്ടടിക്കുന്നതിലും ബെറ്റർ തുണി ഇതേപോലെ അകത്തോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു ബോയുടെ ഈ ഭാഗം കണ്ട ഒരു സെമി സർക്കിൾ ഷേപ്പ്, അവിടെ ഒരു 1/4 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ത്രെഡ് വലിച്ച് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നമ്മളൊന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ത്രെഡ് ഇങ്ങനെ
വലിച്ചെടുക്കുക, എന്നിട്ട് അതൊന്ന് ടൈറ്റൻ ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം നിങ്ങൾക്കൊന്ന് കിട്ടിയാൽ മതി. അത് എന്തെങ്കിലും ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബോയിൽ ഈ ഒരു പോർഷൻ കണ്ട്, ഈ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗം, ആ ഭാഗത്തും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് വല്ലതും നീക്കിയിട്ടിട്ട് വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് അവിടെ ഒന്ന് ടൈറ്റൻ ചെയ്ത് വെക്കുക. ഇനിയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിപ്പോൾ നമ്മുടെ ബോ ഇങ്ങനെ നേരെ ഇരിക്കുകയാണല്ലേ. ഇനി നമ്മൾ ആ എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കുന്ന ആ തുണിയുണ്ട്, അതിന് ഇങ്ങനെ ഒന്ന് തിരിച്ചിടുക. ഒന്ന് ജസ്റ്റ് ഒരു വട്ടം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡല്ല, ഒരു വട്ടം ഒന്ന് തിരിച്ചിട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉള്ളിലോട്ട് മടക്കി ബാക്ക് സൈഡിലൊന്ന് ടൈറ്റൻ ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബേബി ഫ്രോക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.